ഹായ്, ഐ ആം ആഗ്നസ്. അഫ്ര റിന്യൂവലിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം അഫ്ര പോർട്ടൽ ന്യൂ സെറ്റിംഗ് ചെയ്യണം. അത് ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അഫ്ര പോർട്ടലിൽ കയറി നമുക്ക് ലോഗിൻ ഐ ഡി ചെയ്തിട്ട് നമ്മൾ പുതിയ ഉണ്ടാക്കിയ ലോഗിൻ ഐ ഡിയും പാസ്വേഡും അടിച്ചു കൊടുക്കണം. ഐ ഡിയും പാസ്വേഡ് അടിച്ചതിന് ശേഷം നമുക്കൊരു വെരിഫിക്കേഷൻ കോഡ് കാണിക്കും. ആ കോഡ് നമുക്ക് നമ്മുടെ മൊബൈലിൽ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്ന ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ ആപ്പിനകത്ത് കയറി ആ കോഡ് അടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അഫ്ര പോർട്ടൽ ഓപ്പൺ ആകും. അഫ്ര പോർട്ടൽ ഓപ്പൺ ആയതിനു ശേഷം യുവർ രജിസ്ട്രേഷൻ റിന്യൂവൽ ഈസ് ഡ്യൂ എന്ന് പറഞ്ഞ് നമുക്കൊരു നോട്ടിഫിക്കേഷൻ കാണും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി നമുക്ക് സ്റ്റെപ്സ് വെച്ചിട്ട് ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് ഹൗ ടു യൂസ് ദിസ് ആപ്ലിക്കേഷൻസ്, പിന്നെ അതിൻ്റെ സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് ഹിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുക്കണം. എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് അങ്ങനെയൊക്കെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ യെസ് അടിച്ചിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ക്രിമിനൽ ഹിസ്റ്ററി ആണ്. നമ്മൾ പഴയ ചെയ്തതിൽ വെച്ച് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് കൊടുക്കണം, ഇല്ലെങ്കിൽ നോ അടിച്ചു കൊടുത്താൽ മതി. പിന്നെ വരുന്നത് നമ്മുടെ റെസിഡൻഷ്യൽ അഡ്രസ്സാണ്. അതിനകത്ത് നമ്മൾ യെസ് അടിച്ചു കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെസിഡൻഷ്യൽ അഡ്രസ്സ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഐ കെ നോട്ട് ഫൈൻഡ് മൈ അഡ്രസ്സ് കൊടുത്തിട്ട് പ്ലീസ് പ്രൊവൈഡ് യുവർ റെസിഡൻഷ്യൽ അഡ്രസ്സ് എന്ന് വരും. അപ്പം ഇൻ്റർനാഷണൽ അഡ്രസ്സ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ കറണ്ട് അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ അവിടെയൊന്നും അല്ല, പുറത്താണെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മുടെ സെയിം അഡ്രസ്സ് ആണെങ്കിൽ നോ അടിച്ചു കൊടുത്താൽ മതി. നെക്സ്റ്റ് നമ്മൾ പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് പ്രാക്ടീസ് ആണ്. അത് ഇതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ട് സേവ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നോ അടിച്ചാൽ മതി. അടുത്ത് നമ്മുടെ മെയിലിംഗ് അഡ്രസ്സാണ് വരുന്നത്. എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിലിംഗ് അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. പിന്നെ വരുന്നത് ഇൻ്റർനാഷണൽ ക്രിമിനൽ ഹിസ്റ്ററി ആണ്. അതിനകത്ത് ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിൽ നോ അടിച്ചു കൊടുക്കുക. പിന്നെ ഇമ്പയർമെൻറ്റ് ഡീറ്റെയിൽസ് യെസ് അല്ലെങ്കിൽ നോ അടിച്ചിട്ട് സെറ്റ് നെക്സ്റ്റ് അടിക്കണം. പിന്നെ കംപ്ലയിൻറ്റ്സ് അതുപോലെ തന്നെ യെസ് അല്ലെങ്കിൽ നോ വായിച്ച് നോക്കിയിട്ട് ചെയ്യണം. പിന്നെ കണ്ടിന്യൂ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് CPD അവേഴ്സാണ്. നമ്മൾ രജിസ്റ്റേർഡ് നഴ്സ് ആൻഡ് മിഡ്വൈഫർ നമ്മൾ യൂഷ്വലി 20 hours CPD അവേഴ്സ് വേണമെന്ന് നമ്മൾ ഇതിനകത്ത് പറഞ്ഞ അഫ്ര പോർട്ടലിനകത്ത്. അപ്പോൾ വൺസ് നമ്മൾ 20 hours ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ആയിരിക്കണം ഈ CPD അവേഴ്സ് യെസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. നെക്സ്റ്റ് വരുന്നത് റീസൻസി ഓഫ് പ്രാക്ടീസ്. അത് നമ്മുടെ അഫ്ര പോർട്ടൽ ഞാൻ കാണിച്ച ആരോയിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അഫ്രയുടെ പോർട്ടലിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള നമ്മുടെ നഴ്സിംഗ് നമ്മൾ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്ത എക്സ്പീരിയൻസും അതിനനുസരിച്ചുള്ള അവേഴ്സൊക്കെ നമുക്ക് കംപ്ലീറ്റഡ് ആണെങ്കിൽ യെസ് അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് പ്രൊഫഷണൽ ഇൻഡെംനിറ്റി ഇൻഷുറൻസ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. നമ്മൾ നേരത്തെ വർക്ക് ചെയ്തെടുത്ത് എവിടെയെങ്കിലും ഇതുപോലത്തെ ഇൻഷുറൻസ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ യെസ് അടിക്കുക, അല്ലെങ്കിൽ നമ്മളെല്ലാത്തിനും നോ അടിക്കണം. പിന്നെ ഡിഡ് യു പ്രാക്ടീസ് ഇൻ ഓസ്ട്രേലിയ ഓഫ് എനി ടൈം ഡ്യൂറിങ് ദി പ്രൊസീഡിങ് രജിസ്ട്രേഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോ ആണ് അടിച്ചത്, ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ലായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ഇൻഡെംനിറ്റി ഇൻഷുറൻസ് അറേഞ്ച്മെൻറ്റ്സ് കമ്മിറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് റിന്യൂവൽ കഴിഞ്ഞതിന് ശേഷം. അത് നമുക്ക് യെസ് അടിച്ചു കൊടുക്കാം. പിന്നെ വരുന്നത് എക്സ്പോഷർ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാണ്. അപ്പം ഓൾറെഡി ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യെസ് അടിക്കാം. നെക്സ്റ്റ് പ്രാക്ടീസ് റെസ്ട്രിക്ഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നേരത്തെ പ്രാക്ടീസ് ചെയ്തെടുത്തു നമുക്ക് എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ യെസ് അടിക്കുക, അല്ലെങ്കിൽ നോ അടിക്കണം. അടുത്തത് ബില്ലിംഗ് പ്രിവിലേജസ് എന്ന് പറഞ്ഞാണ്. ഞാനിപ്പോൾ ഇന്ത്യയിലായതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള സ്കീംസ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ നോ ആണ് അടിച്ചത്. നെക്സ്റ്റ് ഡിക്ലറേഷനാണ്. നമ്മൾ ഐ കൺഫേം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആ പേജ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ചിട്ട് പിന്നെ നമുക്ക് വരുന്നത് സർവേ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ നമ്മളെവിടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത പാർട്ട് എന്ന് പറയുമ്പോൾ റിവ്യൂ സമ്മറി പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ നേരത്തെ എല്ലാം ടൈപ്പ് ചെയ്തത് തന്നെ വീണ്ടും കാണിക്കും. നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും എഡിറ്റ് ചെയ്യാം. അത് നമ്മൾ വീണ്ടും ഒന്നുകൂടെ കറക്റ്റ് ആണോ എന്നെല്ലാം ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ലാസ്റ്റിൽ നമ്മൾ ടൈപ്പ് ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ടൈപ്പ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് പിന്നെയും ഡിക്ലറേഷൻ വരുന്നുണ്ട്. അതിനകത്ത് പിന്നെയും നമ്മൾ ഐ കൺഫേം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പേജ് അത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ നാട്ടിലെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണ് പേയ്മെൻറ്റ് ചെയ്തത്. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വിത്തിൻ ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ചിലവർക്ക് 2 hours ഒക്കെ എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ അഫ്ര പോർട്ടലിൽ കയറണം. അതിനകത്ത് മൈ ഡാഷ്ബോർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഡൗൺലോഡ് മൈ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെ ഒരു കോളം കാണും. അത് വീണ്ടും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ വ്യൂ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പം നെക്സ്റ്റ് പേജ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.